ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ദില്ലിയിലേക്ക് മാർച്ച് നടത്താൻ കർഷക സംഘടനകൾ തയ്യാറെടുക്കുന്നു. ശംഭു അതിർത്തിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് മാർച്ച് ആരംഭിക്കുക. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് പുനരാരംഭിക്കുന്നത്. വെള്ളിയാഴ്ച മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ 15 കർഷകർക്കാണ് പരിക്കേറ്റത്. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ്. സമരത്തിന്റെ അടുത്ത ഘട്ടത്തിന് ആദിലും തയ്യാറായോ? ഉറപ്പായും സമരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ദില്ലിയെ വളഞ്ഞ് കർഷകർ എന്നൊക്കെ പറയാവുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിന്ന് ദില്ലി ചലോ എന്ന പേരിൽ കർഷകർ വെള്ളിയാഴ്ച മാർച്ച് നടത്തിയിരുന്നു. സാധാരണയിൽ നിന്ന് വിഭിന്നമായി 101 കർഷകർ അവർ ട്രാക്ടറൊക്കെ ഉപേക്ഷിച്ച് കാൽനടയായുള്ള മാർച്ചാണ് സംഘടിപ്പിച്ചത്. എന്നാൽ ശംഭു അതിർത്തിയിൽ തന്നെ ഹരിയാന പോലീസ് കർഷകരെ തടഞ്ഞു. പിന്നാലെ സംഘർഷമുണ്ടായി, കണ്ണീർവാതകം പ്രയോഗിച്ചു. ഇതിൽ 15 കർഷകർക്ക് പരിക്കേറ്റു. ഇതിൽ 3 കർഷകരുടെ നില ഗുരുതരമാണെന്നാണ് കർഷക സംഘടനാ നേതാക്കൾ പറയുന്നത്. ഒരു ദിവസത്തെ സാവകാശം കേന്ദ്ര സർക്കാരിന് നൽകി. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം നേരത്തെ തന്നെ നമുക്കറിയുന്നതാണ്. മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ പരിരക്ഷ നൽകണം, കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ അനുവദിക്കണം, കർഷക സമരവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പിൻവലിക്കണം, വൈദ്യുതി വർധന ഒഴിവാക്കണമെന്നടക്കമുള്ള കർഷകരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവരുടെ ആവശ്യങ്ങൾ. ആ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരം തുടരുമെന്നതാണ് നിലപാട്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച സംഘർഷമുണ്ടായതിന് പിന്നാലെ ശനിയാഴ്ച ദിവസം സർക്കാരിന് ചർച്ച നടത്താനുള്ളൊരു സമയമായി അനുവദിക്കുകയാണ്, ഒരു സാവകാശം നൽകുകയാണെന്ന് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ആകട്ടെ കർഷകരുമായി ചർച്ച നടത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നാലെ അങ്ങനെയെങ്കിൽ ഇന്ന് സമരം നടത്തുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഇന്ന് 12 മണിയോടെ വീണ്ടും 101 കർഷകർ കാൽനടയായി ദില്ലിയിലേക്ക് ശംഭു അതിർത്തിയിൽ നിന്നും മാർച്ച് നടത്തുമെന്നാണ് അറിയുന്നത്. അത് തടയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദില്ലിയിലേക്ക് കർഷകർ എത്തുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു കാര്യമല്ല. അത് ക്ഷീണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ആ നിലയിൽ അവിടെ തന്നെ തടയുമ്പോഴും വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഉറ്റുനോക്കുന്നത്. മറ്റൊരു വശത്ത് ഉത്തർപ്രദേശിലാകട്ടെ, ഉത്തർപ്രദേശിൽ നിന്നുള്ള കർഷകർ ഉത്തർപ്രദേശ് ദില്ലി അതിർത്തിയായ നോയിഡയിൽ തമ്പടിച്ച് സമരം നടത്തുകയാണ്. അവർ നൽകിയ സാവകാശം 7 ദിവസത്തെ സാവകാശമാണ് ആവശ്യങ്ങൾ അംഗീകരിക്കാൻ നൽകിയത്. അത് നാളെ അവസാനിക്കും. നാളെ അവസാനിച്ചാൽ വീണ്ടും പാർലമെന്റിലേക്ക് ദില്ലി ചലോ മാർച്ച് UPയിൽ നിന്നുള്ള കർഷകർ തുടങ്ങും. അങ്ങനെ ദില്ലിയുടെ പല അതിർത്തി മേഖലകളിലും കർഷകർ തമ്പടിച്ച് സമരം തുടരുന്ന സാഹചര്യമാണുള്ളത്. ഇതിന് എങ്ങനെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടതുപോലെ രൂക്ഷമായ ഒരു കാർഷിക രോഷം അനുഭവപ്പെടുന്ന രൂപത്തിലേക്ക് കർഷക സമരങ്ങൾ മാറുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സുജയ, ഓക്കെ, അതിൽ നിൽക്കുന്ന പശ്ചാത്തലമൊക്കെ കാണുമ്പോൾ ദില്ലിക്കൊന്ന് വരാൻ തോന്നുന്നുണ്ട്. എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ? അതിലിന്റെ ദില്ലി അനുഭവങ്ങൾ എങ്ങനെയുണ്ട്? വളരെ സുഖകരമാണ്. എൻ്റെ ആദ്യത്തെ ശീതകാലമാണ്, വിൻ്റർ സീസണാണ്. 8 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്ന് രാവിലത്തെ അന്തരീക്ഷ താപനില എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ കാഠിന്യം മനസ്സിലാകുമല്ലോ. എനിക്കത് ആദ്യത്തെ അനുഭവം കൂടിയാണ്. 16 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ബുദ്ധിമുട്ടറിയാം. ഉറപ്പായും ന്യൂ ഇയർ ഒക്കെ അടിപൊളിയായിരിക്കും. അതിൻ്റെതായ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ സ്വാഭാവികമായിട്ട് തുടങ്ങിയിട്ടുമുണ്ട്. അത് പൊതുവിൽ തന്നെ ദില്ലിക്കാരൊക്കെ അത് പരിചയിച്ച് സ്വാഭാവികമായും അവരുടെ ജീവിത ശൈലികളിലൊക്കെ മാറ്റം വരുന്നുണ്ട്. നമ്മളെപ്പോലുള്ളവർ അത് കൂടുതൽ ബുദ്ധിമുട്ടുന്നു. സുജയ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഒരു 4 ഡിഗ്രി 5 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ പോയാൽ, അല്ലെങ്കിൽ അതിലും താഴെ 0 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ സ്ഥിതി എന്താകുമോ എന്തോ എന്ന ആശങ്കയിലാണ് സുജയ. എന്തായാലും നല്ലൊരു വിന്റർ ജാക്കറ്റ് ഒക്കെ വാങ്ങിച്ചോ? ഞായറാഴ്ചയല്ലേ, അല്പം ഷോപ്പിംഗ് ഒക്കെ വൈബാക്കിക്കോ. ഇപ്പോൾ ഇട്ടിരിക്കുന്ന ജാക്കറ്റിൽ എന്തായാലും നല്ല ലുക്ക് ആയിട്ടുണ്ട്. അതിൽ പ്രേക്ഷകർക്ക് പോയി അഭിപ്രായം തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. അതിൽ നമ്മുടെ നാട്ടിലെ ചുള്ളനായിരുന്നു, തിരുവനന്തപുരത്തെ ചുള്ളൻ ഇപ്പോൾ ദില്ലിയിലും പോയി ചുള്ളനായിരിക്കുകയാണ്. അപ്പോൾ ആദിൽ പാലോടാണ് ദില്ലിയിൽ നിന്നുള്ള അപ്ഡേറ്റുകളുമായി പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. തണുപ്പ് കാലമാണ്, ആ തണുപ്പത്ത് നിൽക്കുകയാണ് ആദിൽ. നമ്മുടെ റിപ്പോർട്ടേഴ്സ്, നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ, നമ്മുടെ സാരഥികൾ, ഇവരൊക്കെ രാവെളുക്കുവോളം ഇതുപോലെ നിരത്തിലും അതുപോലെ സംഘർഷ മേഖലകളിലും ഒക്കെ ഓടിപ്പോയാണ് ഈ വാർത്തകളൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ നമ്മൾ ചോദിക്കണ്ടേ.